പി ദുൽകിഫിൽ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ദുൽകിഫിൽ, എന്താണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് കേസിന് സംഭവിച്ചത്? മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് സമാനമായ മറ്റൊരു പരാതി ഉയരുമ്പോഴും നമ്മൾ ഈ കാഫിർ സ്ക്രീൻഷോട്ടിനെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അനൗൺസ്മെന്റ് വിവാദം പുറത്തു വന്നപ്പോഴും ആളുകൾ ആ കാഫിർ സ്ക്രീൻഷോട്ട് കേസിനെ ഓർത്തിരുന്നു. എന്തായിരുന്നു ആ കേസ്? ആ കേസിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പല ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും ഇന്നിപ്പോൾ കാസിം വന്ന് പറയുമ്പോഴാണ് അൺഡിറ്റക്റ്റഡ് വിഭാഗത്തിൽപ്പെടുത്തി എവിടെയും എത്താതെ ആ കേസ് പോലീസ് ക്ലോസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിബേഷിന്റെ അടക്കം ഫോണുകൾ പരിശോധിച്ചിരുന്നല്ലോ, എന്തുകൊണ്ടാണ് ഫോണിന്റെ പരിശോധനാ ഫലമൊന്നും പുറത്തു വരാതിരുന്നത്? അതോ ബോധപൂർവം അത് മറച്ചുവെക്കുന്നു എന്ന പരാതി നിങ്ങൾക്കുണ്ടോ? യഥാർത്ഥത്തിൽ എന്താണ് ഈ കേസിന് സംഭവിച്ചത്? അല്ല, ആ കേസിന് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോ എന്താണ് CPM ഇച്ഛിച്ചത്, അതിനനുസരിച്ച് കേരളത്തിലെ പോലീസ് പെരുമാറി എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കാഫിർ സ്ക്രീൻഷോട്ടിന്റെ അന്വേഷണവും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിബേഷ് രാമചന്ദ്രനിലേക്ക് എത്തിപ്പെട്ടതും. പക്ഷെ റിബേഷ് രാമചന്ദ്രൻ എത്തിപ്പെട്ട അന്ന് മുതൽ CPM ആ കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്കറിയാം, ഇത് കേരളത്തിലെ ഒരു അന്വേഷണ ഏജൻസി, അതും കേരളത്തിലെ ഔദ്യോഗിക അന്വേഷണ ഏജൻസി, കേരളത്തിലെ പോലീസ്, സർക്കാർ, ആ പോലീസ് പറയുകയാണ് ഈ ഒരു വിഷയത്തിൽ ഒരു ഫോണ് പരിശോധിക്കാൻ കൊടുത്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയില്ല എന്ന്. നിങ്ങൾ വിശ്വസിച്ചോ? നിങ്ങൾ വിശ്വസിച്ചോ? ആരെങ്കിലും വിശ്വസിക്കുവോ? ആരെങ്കിലും വിശ്വസിക്കുവോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു അന്വേഷണ ഏജൻസി അല്ലേ, ഇവിടുത്തെ നിയമപാലകര്, അതല്ലേ പോലീസ് എന്ന് പറയുന്നത്, അവരൊരു ഫോണ് അന്വേഷണത്തിന് കൊടുത്തിട്ട് അത് അന്വേഷിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാടോ ഇങ്ങനെ ഒരു പോലീസ്? പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പോലീസ്? അപ്പോ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒന്ന് തന്നെ എന്ന് പറയുന്നത് പോലെ CPMന്റെ അധികാര ദുർവിനിയോഗം എന്നല്ല കേട്ടോ, ഇതിനങ്ങനെ അത്ര നല്ല മനോഹരമായ ഭാഷയൊന്നും ഇട്ട് ഇതിനെ വിളിച്ച് പറയാൻ പറ്റില്ല. ഇത് ഒരു ഊമ്പൽ ഏർപ്പാട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഊമ്പിക്കൊടുക്കുന്ന ഏർപ്പാട് എന്നാണ് ഇതിനെ പറയേണ്ടത്. നമ്മൾ അങ്ങനെ വലിയ മാന്യതയൊന്നും കാണിക്കേണ്ട കാര്യമില്ല, മനസ്സിലായില്ലേ? ചില ആളുകൾ എന്നോട് പറയും കുറച്ച് നല്ല ഭാഷയിൽ സംസാരിച്ചൂടെ എന്ന്. എന്തിന് നല്ല ഭാഷയിൽ സംസാരിക്കണം? ഇത്രയും വലിയ തെമ്മാടിത്തരങ്ങൾ കാണിച്ചിട്ട് അല്ലേ? കാഫിർ സ്ക്രീൻഷോട്ട് വടകരയിൽ 2024 ഷാഫി പറമ്പില് വന്നിറങ്ങിയപ്പോ അന്ന് ശൈലജ മൂത്രമൊഴിച്ചതിന്റെ നിക്കറിൽ മുള്ളിയതിന്റെ ഫലമാക്കി ഉണ്ടാക്കിയെടുത്തത്. പോലീസ് അന്വേഷിച്ച് ചെന്നു, എവിടെ വരെ എത്തി? DYFI പ്രവർത്തകനായ റിബേഷിലേക്ക് വരെ എത്തി. അവിടെ നിർത്തി, സ്റ്റോപ്പ്. കാരണം അവിടെ നിന്ന് ഈ റിബേഷിന്റെ ഫോണ് പരിശോധിപ്പിച്ചപ്പോൾ കിട്ടിയ ഫലങ്ങളും അന്വേഷണങ്ങളും ഉത്തരങ്ങളും, റിബേഷിന്റെ വായിൽ നിന്ന് വീണ വാക്കുകള്, റിബേഷ് പറഞ്ഞ ഉത്തരങ്ങള്, അതൊക്കെ ഞെട്ടിക്കുന്നതാ. അതുകൊണ്ട് അവിടെ അവസാനിപ്പിച്ചു. മനസ്സിലായില്ലേ? ഇപ്പോ അത് 2024. ഇപ്പൊ 2026 നമ്മൾ കേട്ടു, പേരാമ്പ്രയില് വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന അതേ പേരാമ്പ്രയില്, ഷാഫി പറമ്പിലെ രക്തം വീണ അതേ പേരാമ്പ്രയില് അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫാത്തിമ ദഹ്ലിയക്കെതിരെയും നമ്മൾ കേട്ടു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതാണോ? അല്ലല്ലോ. TPA വെട്ടി വീഴ്ത്തിയിട്ട് വാടകക്കെടുത്ത കാറിൽ പോയ കൊട്ടേഷൻ സംഘം TPA വെട്ടി വീഴ്ത്തിയതിനു ശേഷം ആ വാടകക്കാരന്റെ പിന്നിൽ കണ്ടതും മാഷാ അല്ലാ എന്ന സ്റ്റിക്കർ അല്ലേ? ആ വാടകക്കെടുക്കുമ്പോ ആ കാറിന്റെ പിറകിൽ മാഷാ അല്ലാ എന്നുള്ള സ്റ്റിക്കർ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. വാടകക്കെടുത്തതിന് ശേഷമാണ് അങ്ങനെ ഒരു സ്റ്റിക്കർ വന്നത്. വാടകക്ക് ആ കാർ എടുക്കാനുണ്ടായ കാരണം എന്താണ്? TPA വെട്ടിക്കൊല്ലാൻ പോകാനുള്ള കാറായിരുന്നു അത്. അപ്പോ അവിടെയും ഒതുങ്ങോ ഇത്? ഇല്ലല്ലോ. നാദാപുരത്ത്, വേളത്ത്, കുറ്റ്യാടിയില്, കായക്കൊടിയില് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കാലങ്ങളില് CPMന്റെ വർഗീയ കലാപങ്ങള് അല്ലേ? കണ്ടതല്ലേ? അല്ലേ? കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടെന്നേ. എന്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്? വർഗീയതയുടെ ഉറഞ്ഞു തുള്ളല്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, കേരളത്തില് വർഗീയത ഒരു ആഹാര വസ്തുവാക്കിയിട്ട് അല്ലെങ്കിൽ ഭക്ഷണമാക്കിയിട്ട്
കൊണ്ട് നടക്കുന്ന സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ വർഗീയതയുമായി നടക്കുന്ന ടീമാണ് ഈ പറയുന്ന CPM. ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ആളുകൾ മേ ബി ഈ പറയുന്ന മലബാർ മേഖല വിട്ട്, ഞാൻ എസ്പെഷ്യലി ഈ പറയുന്ന വടകര, കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര, തലശ്ശേരി, കൂത്തുപറമ്പ് ആ പ്രദേശങ്ങളൊക്കെ വിട്ട് ഇങ്ങോട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ചോദിക്കും എന്നോട് അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന്. അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊന്ന് പോയി നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാകും. ഇത് ആ മേഖലകളിൽ വടകര, കുറ്റ്യാടി, നാദാപുരം, അതിൻ്റെ പ്രദേശങ്ങൾ, അതിൻ്റെ ഉൾപ്രദേശങ്ങൾ, ആ മണ്ഡലങ്ങളിൽ പെടുന്ന സ്ഥലങ്ങൾ, അവിടെയൊക്കെ നിരന്തരമായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങൾ, പതിറ്റാണ്ടുകളായിട്ട് CPM കൊണ്ടു നടക്കുന്ന ഏർപ്പാടാണ്. ഇന്നിപ്പോൾ നിങ്ങൾ നോക്ക്, പിണറായി വിജയൻ ആഭ്യന്തരം ഭരിക്കുന്ന ആ ആഭ്യന്തര വകുപ്പ് പറയാണ് ആ ഒരു ഡിജിറ്റൽ തെളിവുകളാണ് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതൊക്കെ പുഷ്പം പോലെ മണിക്കൂറുകൾ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനുള്ള സംവിധാനങ്ങളും ഉണ്ട്. ഇത് കണ്ടുപിടിക്കാൻ കഴിയാനായിട്ടാണോ? അല്ല, വേണ്ട. കാരണം എന്താ, റിബേഷിലേക്ക് എത്തിയപ്പോഴോ തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. റിബേഷ് പറഞ്ഞതും ഇതിപ്പോൾ അല്ലെങ്കിലും ആർക്കും അറിയാത്ത കാര്യങ്ങളൊന്നല്ല. എന്നാലും അന്വേഷിച്ച് ചെന്ന പോലീസുകാർ, അവർക്കിപ്പോൾ എല്ലാവർക്കും ഇത് കൃത്യമായി അറിയണമെന്നൊന്നുമില്ല. പക്ഷെ റിബേഷിനെ അവരെ കയ്യിൽ കിട്ടിയതോടുകൂടി അവർക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ആരാണ് റിബേഷ്? DYFIയുടെ എല്ലാമായ റിബേഷ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇത് അവിടെയൊന്നല്ല നിൽക്കുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച KK ലതിക എന്ന് പറയുന്ന ഇവരുടെ മുൻ MLA, CPMന്റെ നേതാവ്, ആ KK ലതികയിലേക്ക്, KK ലതികയുടെ മക്കളിലേക്ക് എത്തുന്ന കാര്യമാണ്. ഇപ്പൊ കേസ് അവിടെ അവസാനിപ്പിച്ചു, ആയിക്കോട്ടെ, നമുക്കൊരു പ്രശ്നമില്ല. കേസ് ഇപ്പോൾ അവിടെ അവസാനിപ്പിച്ചതിൽ വലിയ, നമ്മളത് കേസ് തെളിയിക്കുമെന്ന് വിചാരിച്ചിട്ടൊന്നല്ല ഇത് കേസുമായിട്ട് മുന്നോട്ട് പോയത്. കാരണം ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്നത് പിണറായി വിജയനാണ്. കേസ് ഒരിക്കലും അന്വേഷിച്ച് തെളിയിക്കാൻ പോകുന്നില്ല, ഉറപ്പാണ് അല്ലേ? പക്ഷേ കേസ് തെളിയിച്ചാലും ഇല്ലെങ്കിലും വടകരയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണല്ലോ ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയത്. ആണല്ലോ. ആ കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയതിനുള്ള മറുപടി ശൈലജയുടെ കരണം പുകച്ചുകൊണ്ട് വടകരയിലെ പ്രബുദ്ധരായ ജനം നൽകിയില്ലേ? വടകരയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി അതല്ലേ ശൈലജ നേരിട്ടത്? 1,14,506 വോട്ടിന്. ഒരിക്കൽ കൂടി പറയാം, 1,14,506. ആ ഫിഗർ കാണുമ്പോൾ തന്നെ ശൈലജക്ക് മുട്ടിടിക്കും അല്ലേ? പാലക്കാട് ഉണ്ടായിരുന്ന ഒരു വ്യക്തി, പാലക്കാടിൻ്റെ MLA മാത്രമായിരുന്ന ഒരു വ്യക്തി, ആ വടകരയുടെ മത്സരത്തോടുകൂടി കേരളത്തിൻ്റെ ഷാഫിയായി മാറുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത്. 1,14,506 വോട്ടിന് തോൽപ്പിച്ചു എന്നുള്ളത് മാത്രമാണോ? ഷാഫി പറമ്പിലിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു അത് അല്ലേ? വീണ്ടും ചരിത്രം ആവർത്തിക്കാൻ പോവുകയാണ്. പേരാമ്പ്രയുടെ മണ്ണിലെ ഫാത്തിമ ദഹ്ലിയ എന്ന് പറയുന്ന യുവതിയുടെ ജീവിതത്തിലെ, രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആകും ഈ ഏപ്രിൽ 9 എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. മനസ്സിലായില്ലേ? ഷാഫി വന്നിറങ്ങിയപ്പോൾ ശൈലജയുടെ മുട്ടി ഏത് രീതിയിൽ ഇടിച്ചോ അതേ രീതിയിൽ പേരാമ്പ്രയുടെ മണ്ണിലെ ഫാത്തിമ ദഹ്ലിയ വന്നിറങ്ങുമ്പോൾ ഇതേ മുട്ടിടി. മുള്ളിപ്പോവാണ്, അറിയാതെ നിക്കറിലൂടെ അങ്ങോട്ട് മുള്ളുകയാണ്. എന്ത് ചെയ്യാനെന്നേ, നിക്കറിൽ അങ്ങോട്ട് മുള്ളിപ്പോവുകയാണ്. ഏപ്രിൽ 9 ദിവസം അത് ഫാത്തിമ ദഹ്ലിയയുടേതാണ്. അപ്പം നമ്മൾ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പരാതിയിലൊന്നും കാര്യമില്ല, പരാതി കൊടുത്തത് കൊണ്ടും കാര്യമില്ല. പക്ഷേ ജനങ്ങൾ, ഈ ജനത്തോട് നമ്മൾ പറയണം, ഇവരുടെ ഈ വർഗീയതയുടെ ഉറഞ്ഞു തുള്ളൽ ജനത്തിന് മുന്നിൽ തുറന്നു കാട്ടണം. 4 വോട്ടിന് വേണ്ടി എന്ത് തെമ്മാടിത്തരവും പറയാൻ. ഇപ്പം ഇന്ന് ഞാനിപ്പോൾ TP രാമകൃഷ്ണൻ്റെ ഒരു പ്രതികരണം കേട്ടു. ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല, ഇനി പാർട്ടിയിൽപ്പെട്ട ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകും. ഒരു കാര്യം ഉറപ്പാണല്ലോ, വാഹനവും അനൗൺസ്മെൻറ്റും മൈക്കും എല്ലാം TP രാമകൃഷ്ണൻ്റെതാണല്ലോ. TP രാമകൃഷ്ണന് വേണ്ടി പ്രചരണം നടത്തുന്ന വാഹനമാണല്ലോ, സൗണ്ട് സിസ്റ്റമാണല്ലോ. അതിൽ
എങ്ങനെ ആ അനൗൺസ്മെന്റ് വന്നു എന്നത് ഞാൻ അറിയില്ല എന്ന് TP രാമകൃഷ്ണൻ പറയുന്നുണ്ടെങ്കിൽ ശൈലജയെക്കാളും അല്ലെങ്കിലും ഇവരുടെ കൂട്ടത്തിൽ ഒന്നിനൊന്ന് മെച്ചം ആരാണ് ഈ ഭൂലോക ഫ്രോഡ് എന്നുള്ളത് തെളിയിക്കുവാനുള്ള മത്സരമാണ് ഈ സഖാക്കൾ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ TP രാമകൃഷ്ണന്റെ വാഹനത്തിൽ ഇത്തരത്തിൽ ഫാത്തിമ തെഹ്ലിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള വർഗീയതയുടെ വിത്ത് പാകിക്കൊണ്ടുള്ള ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ടത് അല്ലേ. ഇപ്പം നമ്മൾ കാണുകയാണ് വടകരയിൽ ഈ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ കേസ് അവസാനിപ്പിക്കുന്നു കേരളത്തിലെ പോലീസ്. ഞാനിങ്ങനെ അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതമാണ്. ഒരു അന്വേഷണ ഏജൻസി, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് അന്വേഷണ ഏജൻസിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയാണോ? ഇവിടുത്തെ സർക്കാർ അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ ഈ അന്വേഷണം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം, എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ എവിടെയും എത്താതെ അവസാനിപ്പിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയിലാണ് അന്വേഷണം തുടങ്ങിയത് തന്നെ. അപ്പം അത് എങ്ങനെ അവസാനിപ്പിക്കുമെന്നുള്ളതിൻ്റെ റീസൺ ആയിരുന്നു ഇത്രയും ദിവസം അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ ഇത് എവിടെ നിന്ന് വന്നു, ആരുണ്ടാക്കി, എങ്ങനെ പ്രചരിപ്പിച്ചു, ഇതല്ല അന്വേഷിച്ചത്. കേസ് എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ളതായിരുന്നു പോലീസ് അന്വേഷിച്ചു കൊണ്ടിരുന്നത്. എന്താ കാര്യം? കാര്യം മറ്റൊന്നുമല്ല, അധികാര കസേരയിലിരിക്കുന്നത്, ആഭ്യന്തരമന്ത്രിയുടെ കസേരയിലിരിക്കുന്നത് പിണറായി വിജയനാണ് എന്നുള്ളത് മാത്രമാണ് അതിനുള്ള കാരണം. അപ്പോൾ വിജയനും അടിമകളും മനസ്സിലാക്കേണ്ടത് ഇതിവിടെ അങ്ങോട്ട് അവസാനിപ്പിച്ചാൽ തീരുമെന്ന് ആരെങ്കിലും കരുതേണ്ട. ഇത് ഇവിടെ അങ്ങോട്ട് അവസാനിപ്പിച്ചാൽ തീരുമെന്ന് ആരെങ്കിലും കരുതേണ്ട. ഇത് പറയേണ്ടത് ജനത്തിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കോടതി വിധിയൊക്കെ വന്നതിലൊന്നും ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? കോടതി വിധി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി, കൊലയാളിയാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ഇന്ന് തലശ്ശേരിയിൽ മത്സരിക്കുന്നത്. അപ്പൊ ആ സഖാവിനോട് എടോ ഇത് നീയാണ് ഉണ്ടാക്കിയത്, നിന്റെ കൂട്ടത്തിൽ പെടുന്ന ഇന്നവനുണ്ടാക്കി, അതിന്റെ പിന്നിൽ നിന്റെ ഇന്ന നേതാക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അവരങ്ങനെ ആയി ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും, എന്ത് തെമ്മാടിത്തരവും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ കോടതി പറഞ്ഞുകൊണ്ട് അവരത് അംഗീകരിക്കുവോ? ഇല്ലല്ലോ. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോ നവീൻ ബാബു എന്ന് പറയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മരണത്തിന് കാരണമായ PP ദിവ്യ ജയിലിൽ കിടക്കുമ്പോൾ അവിടെ പോയി PP ദിവ്യക്ക് മാല ഇടുന്നതാരാ? ഇന്ന് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന്റെ ഭാര്യ അല്ലേ? ഇനി ആ ഗോവിന്ദന്റെ ഭാര്യ ആരാ? ആന്തൂരിലെ സാജന്റെ മരണത്തിന് കാരണക്കാരിയായിട്ടുള്ള കൊലയാളി. എല്ലാം കൊലപാതകങ്ങളും തമ്മാടികളും മാത്രമാണ് അല്ലേ? ഇനി KK ശൈലജ ആരാ? ഒരു 9 വയസ്സുകാരി ഒരു പരാതി കൊണ്ടുപോയി കൊടുത്തിരുന്നു. 9 വയസ്സുകാരി കാരനല്ല, 9 വയസ്സുകാരി. ആ കുഞ്ഞിന്റെ പരാതി പോലും കണ്ടില്ലെന്ന് വെച്ച KK ശൈലജ ഫ്രോഡല്ലാതെ മറ്റെന്താണ്? നമ്മൾ ഈ കേസ് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഇത് CPM-കാരാണ് ചെയ്തത് എന്നുള്ളത് നമ്മൾ തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് തെളിയിച്ചത് കൊണ്ടും കാര്യമില്ല. അത് തെളിയിച്ചിട്ട് എന്താ പൂമാലയിട്ട് സ്വീകരിക്കാനോ ആണോ? അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്ക്, കാരായി രാജൻ എന്ന് പറയുന്ന കൊലയാളിക്ക്, PK ശ്യാമള എന്ന് പറയുന്ന കൊലയാളിക്ക് എങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നത്? കൊലപാതകികള്, ഫ്രോഡുകള്, കള്ളന്മാര്, അയ്യന്റെ പൊന്നുകെട്ടവന്മാര്, ഇവരൊക്കെയാണ് സ്ഥാനാർത്ഥികള് അല്ലേ? അപ്പൊ ഇത്തരം കള്ളന്മാർക്ക് വിജയിക്കണമെങ്കിൽ, സമൂഹത്തിൽ യാതൊരു നിലയും വിലയും ഇല്ലാത്ത കള്ളന്മാരെ ജയിപ്പിക്കണമെങ്കിൽ പിന്നെ എന്ത് വേണം? ജനങ്ങളെ തമ്മിലടിപ്പിക്കണം. അതാണ് നമ്മൾ വടകരയിൽ കണ്ടത്. അതാണ് ഇപ്പൊ നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് പേരാമ്പ്രയിലും കാണുന്നത്. അപ്പൊ ഈ കേസ് കൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അല്ലേ? ഇനിയിപ്പൊ നിങ്ങൾ നോക്കിക്കോ, അടുത്ത ഒരു തെരഞ്ഞെടുപ്പിന് ഇതേ വടകരയിലോ കുറ്റ്യാടിയിലോ നാദാപുരത്തോ പേരാമ്പ്രയിലോ തലശ്ശേരിയിലോ കൂത്തുപറമ്പിലോ പയ്യന്നൂരോ എവിടെയെങ്കിലും ഒക്കെ കൊടി സുനിയോ കിർമാണി മനോജോ ഷാഫിയോ കുഞ്ഞനന്ദനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥിയാവുന്നുണ്ടെങ്കിൽ നിങ്ങളാരും ഞെട്ടേണ്ട, അതും സംഭവിക്കാം.
അതും സംഭവിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പറയുന്നത് കേസ് പോയിട്ട് നമ്മൾ നീതി കിട്ടിയിട്ടേ അടങ്ങൂ എന്നൊന്നും വാശി പിടിച്ചിട്ട് കാര്യമില്ല. അതിന് പറ്റിയ അധികാരങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെറ്റത്തരവും ചെയ്യും. ചെറ്റത്തരങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഇവരുടെ ശ്രമം എന്തിനാ? ജനങ്ങളെ തമ്മിലടിപ്പിക്കാനല്ലേ? അല്ലേ? ഇപ്പൊ കാരായി രാജൻ ഫസലിനെ വെട്ടി നുറുക്കിയിട്ട് ആ രക്തക്കറ പുരണ്ട ആ ഒരു ഡ്രസ്സ് എവിടെയാ കൊണ്ടുപോയിട്ടത്? എന്തിനായിരുന്നു? ജനങ്ങളെ തമ്മിലടിപ്പിക്കാനല്ലേ? ഇപ്പൊ വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് എന്തിനായിരുന്നു? ജനങ്ങളെ തമ്മിലടിപ്പിക്കാനല്ലേ? ഇപ്പൊ പേരാമ്പ്രയില് ഇപ്പൊ ഏറ്റവും ഒടുവിലെ അനൗൺസ്മെന്റ് എന്തിനായിരുന്നു? ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ. അപ്പോ ഇത് നിരന്തരമായിട്ട്, എസ്പെഷ്യലി ഞാൻ ഈ പറഞ്ഞ വടകര, കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര, തലശ്ശേരി, കൂത്തുപറമ്പ്, ഈ പ്രദേശങ്ങളിൽ ഇത് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് CPM നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അല്ലെന്ന് പറയാൻ ആർക്കും സാധിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതും ചെയ്യും. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് ഇതിനപ്പുറം ചെയ്യും. ഇപ്പോ പിണറായി വിജയൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് കാര്യം? വർഗീയ ലഹളകളില്ലാത്ത 10 വർഷം എന്തുകൊണ്ടുണ്ടായില്ല? CPM ആണ് അധികാര കസേരയിൽ ഇരിക്കുന്നത്. ആ അധികാര കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ വർഗീയ ലഹളകൾ ഉണ്ടാക്കുന്ന ആളുകൾ ആരാ? CPM ആണ്. ആ CPM അധികാര കസേരയിൽ ഇരുന്നു കൊണ്ട് വർഗീയ ലഹളകൾ ഉണ്ടാക്കിയാൽ അവർക്ക് തന്നെയാണ് അതിൻ്റെ കോട്ടം എന്ന് പറയുന്നത്. അത് അവർക്കറിയാം. അത് പിണറായി വിജയൻ അറിയാം. ആർക്കറിഞ്ഞിട്ടില്ലെങ്കിലും പിണറായി വിജയൻ അറിയാം. അതുകൊണ്ടാണ് പിണറായി വിജയൻ അതിന് സമ്മതം കൊടുക്കാത്തത്. എന്നാൽ ഇനി അധികാരമില്ലെങ്കിൽ അവരിത് നിരന്തരം തുടരുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ വർഗീയ ലഹളകൾ അത്രയും കേരളത്തിൽ ഉണ്ടായതിന് അത്രയും പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ: സഖാക്കൾ, CPM. അതാണ്. അതിനുള്ള ശ്രമങ്ങൾ പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ചിലതൊക്കെ വിജയിച്ചു, ചിലതൊക്കെ ചീറ്റിപ്പോയി. ആ ചീറ്റിപ്പോയ കൂട്ടത്തിലാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട്. ആ ചീറ്റിപ്പോയ കൂട്ടത്തിലാണ് ഫസലിനെ കൊന്നിട്ട് ഫസലിന്റെ രക്തം പുരണ്ട ആ വസ്ത്രം കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടത്. മനസ്സിലായില്ലേ? ആ കൂട്ടത്തിൽ ചീറ്റിപ്പോയ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇപ്പൊ പേരാമ്പ്രയിലേത്. മനസ്സിലായില്ലേ? ജനം കുറച്ചുകൂടി പ്രബുദ്ധതയുള്ളവരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ജനം മറുപടി കൊടുക്കും. എത്രയൊക്കെ സ്ക്രീൻഷോട്ടുകൾ, എത്രയൊക്കെ അനൗൺസ്മെന്റുകൾ, എത്രയൊക്കെ ശ്രമങ്ങൾ നടത്തിയാലും CPMന്റെ നാറാണക്കല്ലെടുക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ജനം കാത്തിരിക്കുകയാ ഒരവസരത്തിന് വേണ്ടിയിട്ട്. ഒരു ട്രെയിലർ നമ്മൾ കാണുന്നില്ലേ? സിനിമയൊക്കെ റിലീസ് ആവുന്നതിന് മുമ്പ് ട്രെയിലർ വരാറുണ്ട്, ടീസർ വരാറുണ്ട്. അത്തരത്തിലൊരു ട്രെയിലർ എന്ന് ഞാൻ പറയുന്നില്ല, ടീസർ. ആ ടീസർ 2025 ഡിസംബർ 13 ജനം കാണിച്ചതാ പിണറായി വിജയന്റെ കണ്ണില്. അത് ആവർത്തിക്കും ഈ ഏപ്രിൽ 9. മെയ് 4 റിസൾട്ട് വരുമ്പോ പിണറായി വിജയൻ അത് ബോധ്യമാകുമെന്നുള്ളതാ.